ഇന്നത്തെ ശ്രീചൈതന്യ ചേർന്ന ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീചൈതന്യ ചരിതാമൃതം അതിനീതിയിലെ 17-ാമത്തെ അധ്യായം അതിന്റെ 201-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ഇരുന്നൂറ്റി 202 ആദ്യത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 17-ാമത്തെ അധ്യായം 201, 202-ാമത്തെ ശ്ലോകം. ആരാംളെ ചകഹേ ശുന ആമി തൈ മതേ ഹിന്ദു കെ പരിഹാസ കൈന്യോ സേദീന ഹൈതേ ജിഹ്വാ കൃഷ്ണ നാമ കരേ നാമാനെ വർജന രാജാനി കി മന്ത്ര ഷതി ജാനേ ഹിന്ദുഗണ. ശബ്ദാർത്ഥം: ആരാ മറ്റൊരു മ്ലേച്ഛൻ കഹേ പറഞ്ഞു, ശുന കേൾക്കുക, ആമി ഞാൻ, ത തീർച്ചയായും, ഏയ് മതേ ഇപ്രകാരം, ഹിന്ദുക്കെ ഒരു ഹിന്ദുവിന് പരിഹാസം കഴിഞ്ഞു ചെയ്തു, സേയ് അത്, ദിന ദിവസം, ഹൈതേ നിന്ന്, ജിഹ്വ നാക്ക്, കൃഷ്ണനാമം, കരേ കീർത്തനം ചെയ്യുക, ന അരുത്, മാനെ സ്വീകരിക്കുക, വർജന ത്യജിക്കുക, ന അല്ല, ജാനി എനിക്ക് അറിയാം, കി എന്ത്, മന്ത്രങ്ങളും ഔഷധങ്ങളും, ജാനെ അറിയുക, ഹിന്ദുഗണ ഹിന്ദുക്കൾ. വിവർത്തനം: മറ്റൊരു മ്ലേച്ഛൻ പറഞ്ഞു, അങ്ങുന്നേ ദയവായി ഇത് കേട്ടാലും, ഹിന്ദുക്കളോട് പരിഹാസം ഓതിയ നാൾ മുതൽ എന്റെ നാവ് ഹരേ കൃഷ്ണ നാമം ജപിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നതുമില്ല. എന്തൊക്കെ മാസ്മരിക മന്ത്രങ്ങളും പച്ചില മരുന്നുകളുമാണ് ഈ ഹിന്ദുക്കൾക്ക് വശമുള്ളതെന്ന് എനിക്ക് നിശ്ചയമില്ല. ശ്ലോകം 203. ഏതശുനീതാസഭാരെ ഗരെ പാഠായില ഹേന കാലെ പാഷണ്ഡി ഹിന്ദു പാഞ്ചസാദായില. ഏതശുനീതാസഭാരെ ഗരെ പാഠായില ഹേന കാലെ പാഷണ്ഡി ഹിന്ദു പാഞ്ചസാദ ആയില. ഏതശുനീതാസഭാരെ ഗരെ പാഠായില ഹേന കാലെ പാഷണ്ഡി ഹിന്ദു പാഞ്ചസാദായില. ശബ്ദാർത്ഥം: ഏതശുനി ഇത് കേട്ട്, താസഭാരെ അവരെല്ലാം, ഗരെ ഗ്രഹത്തിലേക്ക്, പടായില അയച്ചു, ഹേന കാലെ ആ സമയത്ത്, പാഷണ്ഡി അവിശ്വാസികളായ ഹിന്ദുക്കൾ, പാഞ്ചസാത്ത 5 or 7 ആയില വന്നു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ ശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം: ഇതെല്ലാം കേട്ട ഞാൻ മ്ലേച്ഛന്മാരെ എല്ലാം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ 5 or 7 അവിശ്വാസികളായ ഹിന്ദുക്കൾ എന്നെ സമീപിച്ചു. ഭാവാർത്ഥം: പാഷണ്ഡി എന്ന വാക്ക് ഫലോദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതരായ അവിശ്വാസികളെയും അനേകം ദേവന്മാരുടെ ഉപാസകരായ ബിംബാരാധകരെയും പ്രതിപാദിക്കുന്നു. പാഷണ്ഡികൾ ഏകദൈവത്തിൽ, പരമദിവത പുരുഷ വിഷ്ണുവിൽ വിശ്വസിക്കുന്നില്ല. അവിടുന്ന് ഉള്ളത്ര തന്നെ ശക്തി എല്ലാ ദേവന്മാർക്കും ഉണ്ടെന്ന് അവർ കരുതുന്നു. പാഷണ്ഡിയുടെ നിർവചനം തന്ത്രശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യസ്തുധാരായണം ദൈവം ബ്രഹ്മരുദ്രാദി ദൈവത്തെ സമത്വേന വീക്ഷേത സപാഷണ്ഡി ഭവിദ്ധ്രുവം. ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ള ശ്രേഷ്ഠ ദേവന്മാരെ പരമദിവോത്തമ പുരുഷനായ നാരായണന് തുല്യരായി കണക്കാക്കുന്ന ഒരു പാഷണ്ഡിയാകുന്നു. ഹരിഭക്തി വിലാസം 1:17. പരമദിവോത്തമ പുരുഷനെ അസമവർദ്ധൻ എന്ന് വിളിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആർക്കും അവിടുന്ന് തുല്യനോ അവിടത്തേക്കാൾ ശ്രേഷ്ഠനോ ആകാൻ കഴിയില്ല. പക്ഷേ പാഷണ്ഡികൾ ഇത് വിശ്വസിക്കില്ല. തങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ആരെയും പരമോന്നതനായി സ്വീകരിക്കുന്നത് ശരിയാണെന്ന് കരുതുന്ന അവർ എല്ലാ ദേവന്മാരെയും ഉപാസിക്കുന്നു. പാഷണ്ഡികൾ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് വിരുദ്ധരായിരുന്നു. ഇപ്പോൾ ലോകത്തിലുടനീളം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനുള്ള ഞങ്ങളുടെ വിനീതമായ ഉദ്യമവും അവർ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ കാണുന്നു. നേരെ മറിച്ച് ഈ പാഷണ്ഡികൾ ഞങ്ങൾ ഹിന്ദുമതത്തെ നശിപ്പിക്കുകയാണെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച്
ലോകത്തിൽ എല്ലായിടത്തുമുള്ള ജനങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പരമദിവോത്തമ പുരുഷനായി സ്വീകരിക്കുന്നു. പാഷണ്ഡികൾ ഈ പ്രസ്ഥാനത്തെ അപലപിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വൈഷ്ണവർ യഥാർത്ഥ വൈഷ്ണവരല്ലെന്ന് പലപ്പോഴും ആരോപിക്കുകയും ചെയ്യുന്നു. വൈഷ്ണവരെന്ന് പറയപ്പെടുന്നവർ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ കപട അനുയായികൾ പോലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വൈഷ്ണവരാക്കാനുള്ള ഞങ്ങളുടെ യത്നങ്ങളോട് യോജിക്കുന്നില്ല. ഇത്തരം പാഷണ്ഡികൾ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. പാഷണ്ഡികളുടെ ഈ പ്രതിരോധങ്ങളെല്ലാം ഉണ്ടായാലും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവചനം വിജയം പ്രാപിക്കും. പൃഥ്വീതെ ആചയത നഗരാതിഗ്രാമ സർവത്ര പ്രചാര ഹൈവേ മോരനാമ. ഓരോ നഗരത്തിലും ഗ്രാമത്തിലും എന്റെ നാമസങ്കീർത്തനം കേൾക്കപ്പെടും. കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ വ്യാപനം തടയാൻ ആരാലും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ പ്രസ്ഥാനത്തിന് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ട്. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിഗ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തിശ്ച വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാവിതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സനലിന്ദാശാഖാൻവിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീചൈതന്യ ചരിതാമൃതം 17-ാമത്തെ അധ്യായത്തിലെ 201-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു അധ്യായങ്ങൾ. നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എങ്ങനെയാണ് ചാന്ദ് കാസിയും ചൈതന്യ മഹാപ്രഭു തമ്മിൽ സംവാദത്തിന് ശേഷം അവിടെയുള്ള പല മുസ്ലിം വർഗത്തിൽ പെട്ട ആൾക്കാരൊക്കെ അവര് പലപ്പോഴും ഈ ഭഗവാന്റെ തിരുനാമങ്ങൾ കേൾക്കാൻ തുടങ്ങിയ ശേഷം അതിനുശേഷം അവരുടെ നാവുകളിലും ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. അത് പറയണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ കൂടി അവരുടെ നാവുകളിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിയാം. നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന തത്വം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു വംശത്തിൽ ജനിച്ചാൽ കൂടി ഭഗവാന്റെ ഈ തിരുനാമം അതീന്ദ്രിയമായതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഈവൻ അവരൊരു വേറൊരു മതത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിൽ കൂടി അത് അവരെ അട്രാക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ചിലവര് കളിയാക്കലൂടെ ഈ നാമത്തിനെ അപ്രോച്ച് ചെയ്ത ആൾക്കാരുമുണ്ട്. പക്ഷെ എന്നാലും എന്ത് സംഭവിച്ചു, അവർക്കും നാമങ്ങൾ വീണ്ടും വീണ്ടും ജപിക്കാൻ ഉള്ള പ്രേരണ വരുന്നു. അവർ അത് ഉപേക്ഷിക്കണമെന്ന് അവർ ചിന്തിച്ചാൽ കൂടി അവർക്കത് ചെയ്യാൻ സാധിക്കാതെ വന്നു എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതിനുശേഷം നമ്മളിവിടെ കാണുകയാണെങ്കിൽ ഇതിനുശേഷം എന്താ സംഭവിച്ചപ്പോ എല്ലാരെയും അപ്പൊ എന്ത് സംഭവിച്ചു, അവര് നമുക്കറിയാം ഈ ചാന്ദ് കാസി എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരി ആയതുകൊണ്ട് അവരുടെ കംപ്ലൈന്റുകൾ എന്താ പറയാ അവർ അദ്ദേഹത്തിന്റെ അടുത്താണ് പോയിട്ടാണ് ഇവര് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ മ്ലേച്ഛന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞെങ്കിലും, കാരണം ഇദ്ദേഹത്തിന് സ്വപ്നത്തിൽ അറിയാലോ നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് നെഞ്ചിൽ നേരിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തിരിച്ചൊന്നും പറഞ്ഞില്ല, അവരെ തിരിച്ചയച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് അതിനുശേഷം കുറച്ച് ഹിന്ദു മതത്തിലുള്ള വ്യക്തികൾ തന്നെ അവിടെ വന്ന് ചൈതന്യ മഹാപ്രഭുവിനെ ചാന്ദ് കാസിയെ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് അവര് തന്നെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് ഇവിടെ പറയുന്നു, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് ഒരു ഹിന്ദു വംശത്തിൽ ജനിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും അതിനോടൊരു ഈർഷ്യ വരാൻ പാടില്ല. ശരി, പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, അവരെന്താ ചെയ്തത്? അപ്പൊ അവര് ചിന്തിച്ചത് ഈ തിരുനാമം ജപം എന്ന് പറയുന്നത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്, ഇതൊന്നും നമ്മുടെ ഇതിൽ ഇല്ലാത്ത കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസം ഇല്ലാത്ത ഹിന്ദുക്കൾ, അവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ വന്ന് അവിടെ ഇദ്ദേഹത്തിന് കംപ്ലൈന്റ് ചെയ്തു. അപ്പം നമുക്കറിയാം, അപ്പം ശ്രീല പ്രഭുപാദ്
ഭാവാർത്ഥത്തിൽ പറയുന്നു. അപ്പം ഇങ്ങനത്തെ വ്യക്തികളെ പാഷണ്ഡി എന്ന് പറയാറുണ്ട്. അപ്പൊ പാഷണ്ഡി എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അവര് ഭഗവാൻ കൃഷ്ണൻ ആണ് പരമജീവിത പുരുഷൻ എന്നുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ അവരെ എല്ലാവരും ഒരുമിച്ച് വർഷിപ്പ് ചെയ്യാം എന്ന രീതിയിൽ ചിന്താഗതിയിലുള്ള വ്യക്തികളാണ്. അപ്പൊ അവര് എന്താണ് പറയുന്നത്? ഇപ്പം എങ്ങനെ പോയാലും യഥോമ തഥോപത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഏത് വഴി പോയാലും ഏത് വഴി പോയാലും നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ഒരു ഗോളിൽ എത്താം എന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് പാഷണ്ഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ചിന്തിക്കുന്നത് എല്ലാ ദേവന്മാരും ദേവികൾക്ക് ഈക്വൽ ആണ് എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ കൂടി അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ എക്സിസ്റ്റ് ചെയ്യില്ല. നമുക്കറിയാലോ, നമ്മളിപ്പം ഒരു ഒരു രാജ്യത്തിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ അല്ലെ? അല്ലാതെ നമുക്ക് എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആവാൻ സാധിക്കില്ല. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു പരമദിവ്യത്വ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ വ്യക്തികളും പരമദിവ്യത്വ പുരുഷനായ പരമദിവ്യത്വ പുരുഷൻ എന്ന് പറഞ്ഞ വാക്കിന് ഒരു അർത്ഥമില്ല. അതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അപ്പം അങ്ങനെ നമ്മൾ ലോജിക്കലി നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ് വ്യക്തമായിട്ടും. അപ്പം അതിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾ എല്ലാവരെയും ഒന്നായിട്ട് ബ്രഹ്മാവിനെയും ശിവനെയും എല്ലാ ദേവന്മാരെയും ഒന്നാണ്, എല്ലാം ഭഗവാന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ പാഷണ്ഡികൾ എന്ന് പറയുന്നത്. അപ്പം വളരെ വ്യക്തമായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? ഭഗവാൻ അസമ ഊർധ്വൻ ആണ്. അപ്പൊ ഭഗവാന് തുല്യമായിട്ടോ അദ്ദേഹത്തിന് ഉയർന്നതായിട്ടോ ആരുമേ ഇല്ല എന്ന് ശാസ്ത്രങ്ങൾ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പാഷണ്ഡികൾ വിശ്വസിക്കുന്നില്ല. അവർ അവരുടെ ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും എന്താ ചെയ്യുക? അപ്പം നമ്മൾ ശരിയായ രീതിയിലുള്ള ഈ തത്വങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഈ പാഷണ്ഡികളായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? അതിനെ അവർ എതിർക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്താണ്? അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ള സാധാ വ്യക്തികളൊക്കെ എന്തിനാണ് ഈ ഭഗവാന്റെ നാമം ജപിക്കുന്നത്? അപ്പൊ അവര് ചിലപ്പം ചിന്തിക്കും ഈ നാമജപം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ വ്യക്തികളാണ്. അപ്പൊ അത് ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്തും ഇങ്ങനത്തെ വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പൊ ശീല പ്രഭു അത് പറയുന്നു. അപ്പം കൃഷ്ണാവതാര പ്രസ്ഥാനം നമ്മൾ പ്രചരണാർത്ഥം തിരിച്ച് ഇസ്കോണൊക്കെ തുടങ്ങിയ ശേഷം ഇന്ത്യയിലോട്ട് വന്നപ്പോഴും പലപ്പോഴും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് പറ്റിയപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക്, അതായത് ഒരു വിദേശികളായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് നാമജപം ജപിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് അവർക്ക് ഒരു ഈർഷ്യ തോന്നി. അപ്പൊ അവര് പറയുന്നു അങ്ങനെ അത് പ്രചരണം ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ഭഗവത്ഗീത ശരിയായിട്ടുള്ള പ്രചരണം ചെയ്ത രീതിയിലൊക്കെ അവര് അതിനെ കുറ്റപ്പെടുത്താനൊക്കെ അവർ തുടങ്ങി. പക്ഷെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നത് എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മുടെ ഈ നമ്മളെ എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ബ്രാഹ്മണനോ ഒന്നും ആവുന്നില്ല. ശരിക്കും അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടാണ് ഒരു വ്യക്തി ഒരു ബ്രാഹ്മണനായിട്ട് മാറുന്നത്. അപ്പം ഭഗവാന്റെ മക്കളായിട്ടുള്ള എല്ലാ ജീവാത്മാക്കൾക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ഭഗവാന്റെ നാമം ജപിക്കാനുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അല്ലാതെ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാർക്ക് മാത്രമല്ല ഭഗവാന്റെ നാമം ജപിക്കാനുള്ളത്. അതാണ് ആ തത്വം മനസ്സിലാകാതെ അവര് തെറ്റായ രീതിയിൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നാലും ശീല പ്രഭുപാദ് പറയുന്ന കാര്യം എന്താണ്? ഇതിൽ എന്താണ്, ഈ ഒരു പ്രസ്ഥാനത്തിൽ ചൈതന്യ മഹാപ്രഭുവിന് അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും ആർക്കുമേ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. എത്രത്തോളം ശ്രമിച്ചാൽ നമുക്കറിയാം, എത്രയോ സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഇതിനെ തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു? അവിടൊക്കെ അതിൽ 10 മടങ്ങ് പ്രചരണം നടക്കുകയും ചെയ്തു. അവിടുത്തെ ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് എന്ത് വന്നാലും അതിന്റെ വ്യാപനം തടയാൻ സാധ്യമല്ല എന്ന കാര്യം പറയുന്നു. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഇത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് നടക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഭഗവാന്റെ ഇച്ഛ ഒരിക്കലും ഇതൊരു വ്യക്തിക്ക് എതിർക്കാൻ സാധിക്കില്ല, അവരെന്തൊക്കെ ശ്രമിച്ചാൽ. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. 204. ആസിക ഹിന്ദുര ധർമ്മ ഭാഗീര നിമായി ഹേ കീർത്തന പ്രവർത്തായില്ല കപുഷുനിനായി. ശബ്ദാർത്ഥം ആസി വന്നു, കഹെ പറഞ്ഞു, ഹിന്ദുക്കളുടെ ധർമ്മം വാങ്കീല തകർത്തു, നിമായി പണ്ഡിതൻ, അത് കീർത്തനം പ്രവർത്തായില അവതരിപ്പിച്ചു, കബു ഒരു കാലത്തും, ശുനി കേൾക്കുക, നായി ഒരിക്കലും. വിവർത്തനം: ഹിന്ദുക്കൾ തന്നെ സമീപിച്ച് പരാതിപ്പെട്ടു, നിമായി പണ്ഡിതൻ ഹിന്ദുധർമ്മ തത്വങ്ങൾ തകർത്ത് എറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരു ശാസ്ത്രത്തിലും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത നാമസങ്കീർത്തനം പദ്ധതി അവർ തുടങ്ങി വെച്ചിരിക്കുന്നു. ശ്ലോകം 205. മംഗളചണ്ഡി വിഷഹരി കരിഗാകരണ താത്തേവാദ്യ നൃത്യ ഗീത യോഗ്യ ആചരണ. ശബ്ദാർത്ഥം: മംഗളചണ്ഡി ആരാധനയ്ക്കുള്ള വിഷഹരി
വിഷഹരിയുടെ ആരാധനയ്ക്കുള്ള ഖരി നിരീക്ഷിക്കുക. ജാഗരണ, രാത്രിയിൽ ഉണർന്നിരിക്കുക. താതെ, ആ ചടങ്ങിൽ വാദ്യ സംഗീത പ്രകടനങ്ങൾ, നൃത്തം, ഗീത, കീർത്തനം, യോഗ്യമായ ആചരണ രീതി. വിവർത്തനം: ഞങ്ങൾ മംഗളചണ്ഡി വിഷഹരി പൂജകൾക്കായി രാത്രി ഉറക്കമൊഴിക്കുമ്പോൾ സംഗീതോപകരണങ്ങൾ വായിക്കുകയും നൃത്തം ചെയ്യുകയും കീർത്തനം ചെയ്യുകയും മറ്റും തീർച്ചയായും അവയ്ക്ക് അനുയോജ്യമായ ആചരണങ്ങളാണ്. ഇതിൽ പറയുന്നു, മംഗളചണ്ഡി ദുർഗാദേവിയുടെ രൗദ്രഭാവമാണ്. വിഷഹരി നാഗദേവതയാണ്. ബംഗാൾ, ജാർഖണ്ഡ് എന്നീ ഭാഗങ്ങളിൽ ഇവരെ ആരാധിക്കാറുണ്ട്. ശ്ലോകം 206. പൂർവേ ബാലചില നിമായി പണ്ഡിത ഗയാ ഹൈതയാസിയ ചാലായ വിപരീത. ശബ്ദാർത്ഥം: പൂർവേ, ഇതിനു മുമ്പ്, ബാല, നല്ല, ചില, ആയിരുന്നു, ഇത്, നിമായി പണ്ഡിതൻ, ഗയ, ഹൈത്തെ, അവിടെ നിന്ന്, ആസിയ, വരുക, ചാലായ, പെരുമാറ്റങ്ങൾ, വിപരീത, നേരെ വിപരീതം. വിവർത്തനം: നിമായി പണ്ഡിതൻ മുമ്പ് നല്ലൊരു കുട്ടിയായിരുന്നു, പക്ഷെ ഗയയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അവന്റെ പെരുമാറ്റം വിപരീതമായിരിക്കുന്നു. ശ്ലോകം 207. ഉച്ചകരി ഗായികീത ഗയ കരതാലി മൃതംഗ കരതാല ശബ്ദേ കർണേ ലാഗെ താലി. ശബ്ദാർത്ഥം: ഉച്ച, ഉറക്കെ, കരി, ഉണ്ടാക്കുക, ഗായ, പാടുക, ഗീത, പാട്ടുകൾ, ദേയ, ചെയ്യുക, കരതാലി, കൈകൊട്ടുക, മൃദംഗം, കരതാല, കരതാളങ്ങൾ, ശബ്ദേ, ശബ്ദങ്ങളാൽ, കർണേ, കാതിൽ, ലാഗെ, ഉണ്ടാകുന്നു, താലി, തടസ്സങ്ങൾ. വിവർത്തനം: ഇപ്പോൾ അവൻ ഉച്ചത്തിൽ പാടിയും കൈയടിച്ചും കരതാലങ്ങളും മൃദംഗങ്ങളും വായിച്ചും ഞങ്ങളുടെ കാതടുപ്പിക്കുന്ന ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നു. ശ്ലോകം 208. നാജാനി കി ഗാനാ ആയ നാചെ ഗായ ഹാസെ കാന്തേ പടേ ഉഠേ ഘടഘടിയായ. ശബ്ദാർത്ഥം: നാ ജാനി, അറിയില്ല, കി, എന്ത്, ഖാന, ഭക്ഷിക്കുക, മത്ത, ഭ്രാന്ത്, ഹന, ആയി തീർന്നു, നാച്ചെ, നൃത്തം ചെയ്യുന്നു, ഗായ, പാടുന്നു, ഹാസെ, ചിരിക്കുന്നു, കാന്തേ, കരയുന്നു, പടേ, താഴെ വീഴുന്നു, ഉഠേ, എഴുന്നേൽക്കുന്നു, ഘടാഘടിയായ, നിലത്ത് ഉരുളുന്നു. വിവർത്തനം: അവനെ ഭ്രാന്തനാക്കും വിധം എന്താണ് അവൻ ഭക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ നൃത്തം ചെയ്യുകയും പാടുകയും ചിലപ്പോൾ ചിരിക്കുകയും കരയുകയും നിലത്ത് വീഴുകയും കുതിക്കുകയും തറയിൽ ഉരുളുകയും ചെയ്യുന്നു. ശ്ലോകം 209. നഗരിയാകെ പകല കൈലെ സദാ സങ്കീർത്തന രാത്രി നിദ്ര നാഹിയായി കരിജാഗരണ. ശബ്ദാർത്ഥം: നഗരിയാകെ, നഗരവാസികൾ, പകല, ഭ്രാന്ത്, കൈല, ഉണ്ടാക്കി, സദാ, എല്ലായ്പ്പോഴും, സങ്കീർത്തനം, രാത്രിയിൽ, നിദ്ര, ഉറക്കം, നാഹിയായി, കിട്ടുന്നില്ല, കരി, ചെയ്യുന്നു, ജാഗരണ, ഉണർന്നിരിക്കുക. വിവർത്തനം: എല്ലായ്പ്പോഴും നാമസങ്കീർത്തനം നടത്തുന്ന അവൻ ജനങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. രാത്രിയിലും ഞങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നില്ല. എപ്പോഴും ഉണർന്നിരിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങൾ. ശ്ലോകം 210. നിമാനി നാമ ഛാടി ഏവേ ബോലായി ഗൗര ഹരി ഹിന്ദുര ധർമ്മ നഷ്ട കൈരെ പാഷണ്ഡ സഞ്ചാരി. ശബ്ദാർത്ഥം: നിമായി, നാമം, ചാടി, ഉപേക്ഷിക്കുക, ഏവേ, ഇപ്പോൾ, ബോലായ, വിളിക്കുന്നു, ഗൗരഹരി, ഹിന്ദുര, ഹിന്ദുക്കളുടെ, ധർമ്മം, നഷ്ടകൈല, നശിപ്പിച്ചു, പാഷണ്ഡ, അധാർമികം, സഞ്ചാരി, അവതരിപ്പിക്കുക. വിവർത്തനം: ഇപ്പോൾ അവൻ നിമായി എന്ന സ്വന്തം നാമം ഉപേക്ഷിച്ച് ഗൗരഹരി എന്ന സ്വയം നാമകരണം ചെയ്തിരിക്കുന്നു. അവൻ ഹിന്ദു ധർമ്മ തത്വങ്ങളെ നശിപ്പിക്കുകയും അവിശ്വാസികളുടെ അധാർമികത അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്ലോകം 211. കൃഷ്ണേര കീർത്തന കരെ നീച്ച ബാട ഏയ് പാവേ നവദ്വീപ ഹൈബേ ഉചാട. ശബ്ദാർത്ഥം: കൃഷ്ണന്റെ കീർത്തനം, കരെ, ചെയ്യുക, നീച്ച, അധമവർഗം, ബാട, വീണ്ടും, ഏയ് പാവേ, ഈ പാപത്താൽ, നവദ്വീപ് മുഴുവൻ, ഹൈബേ, ആയിത്തീരുന്നു, ഉജാട, തരിശാക്കപ്പെട്ട. വിവർത്തനം: ഇപ്പോൾ ഇതാ നീലകുല ജാതരും വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ചെയ്യുകയാണ്. ഈ പാപവൃത്തി മൂലം നവദ്വീപ് നഗരം മുഴുവൻ തരിശാക്കപ്പെടും. ശ്ലോകം 212. ഹിന്ദുശാസ്ത്ര ഈശ്വരനാമ മഹാമന്ത്ര ജാനി സർവലോക ശുലിലെ മന്ത്രേര വീര്യഹായ ഹാനി. ശബ്ദാർത്ഥം: ഹിന്ദുശാസ്ത്രങ്ങളിൽ ഈശ്വരൻ, ദിവ്യനാമം, മഹാമന്ത്രം, ജാനി, അറിയാം,
സർവലോക എല്ലാവരും ശുനിലെ ക്ഷണിക്കുന്ന പക്ഷം മന്ത്രേര മന്ത്രത്തിന്റെ വീര്യ ശക്തി അയ ആയിത്തീരുന്നു ഹാനി ഇല്ലാതെ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീ പ്രഭുപാദ് കി ജയ്. വിവർത്തനം ഹിന്ദുശാസ്ത്ര പ്രകാരം ഈശ്വരനാമമാണ് ഏറ്റവും ശക്തമായ മന്ത്രം. എന്നാൽ നാമകീർത്തനം എല്ലാവരും ശ്രവിക്കുന്ന പക്ഷം മന്ത്രത്തിന്റെ ശക്തി തന്നെ നഷ്ടമായി പോകും. ഭാവാർത്ഥം ഭഗവാന്റെ ദിവ്യനാമ കീർത്തനത്തിന് എതിരായുള്ള അപരാധങ്ങളുടെ പട്ടികയിൽ ഇങ്ങനെ പറയുന്നു: ധർമ്മവ്രത ത്യാഗ ഹുദാദി സർവശുഭക്രിയാ സാമ്യം അഭിപ്രമാദ. ഭഗവാന്റെ ദിവ്യനാമ കീർത്തനം ഏതെങ്കിലും ശുഭകർമ്മ ആചരണത്തിന് സമമായി കണക്കാക്കുന്ന പക്ഷം അത് ഒരു അപരാധമാണ്. ഭൗതികമായ കാഴ്ചപ്പാടിൽ ധാർമ്മിക കർമ്മം ആചരിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടിയുള്ള മംഗളകരമായ ഒരു അന്തരീക്ഷം നേടുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഭൗതികവാദികൾ സുഖജീവിതത്തിനും അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളില്ലാതെ നിർവഹിക്കുന്നതിനും വേണ്ടി ധർമ്മതത്വങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. അവർക്ക് ഈശ്വരന്റെ അസ്തിത്വത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ അവർ ഈശ്വരൻ അവ്യക്തിഗതനാണെന്നും ഈശ്വരനെ ഏത് രൂപത്തിലും സങ്കല്പിക്കാം എന്നുള്ള ആശയം ഉണ്ടാക്കി കൂട്ടുന്നു. അപ്രകാരം അവർ ദേവന്മാരുടെ അനേകം രൂപങ്ങളെ പരമപുരുഷന്റെ വ്യത്യസ്ത പ്രാതിനിധ്യങ്ങളായി അല്ലെങ്കിൽ പ്രത്യക്ഷങ്ങളായി പരിഗണിക്കുന്നു. അവർ ബഹു ഈശ്വരവാദികൾ അഥവാ ബഹുദേവത ഉപാസകർ എന്ന് വിളിക്കപ്പെടുന്നു. അവർ ദേവന്മാരുടെ നാമങ്ങളുടെ കീർത്തനം ഒരു മംഗളപ്രവൃത്തിയായി കണക്കാക്കുന്നു. ഒരുവന് ദുർഗ, കാളി, ശിവൻ, കൃഷ്ണൻ, രാമൻ എന്നിങ്ങനെ ഏത് നാമവും കീർത്തനം ചെയ്യാമെന്നും എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിൽ മംഗളകരമായ ഒരു അന്തരീക്ഷം ഉളവാക്കുന്നതിന് ഏത് നാമത്തിനും സാധിക്കുമെന്നും പ്രസ്താവിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനാൽ അവർ പാഷണ്ഡികൾ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. അത്തരം പാഷണ്ഡികൾക്ക് കൃഷ്ണനാമം കീർത്തനം ചെയ്യുന്നതിന്റെ യഥാർത്ഥ മൂല്യം അറിയില്ല. ബ്രാഹ്മണരായുള്ള അവരുടെ ജന്മത്തിലും തത്ഫലമായി സാമൂഹിക ക്രമത്തിലും ഉള്ള ഉന്നത പദവിയിലും അംഗീകരിക്കുന്ന അവർ മറ്റു വിഭാഗങ്ങളെ ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അധമവർഗങ്ങളായി കണക്കാക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യാനാവില്ല. മറ്റുള്ളവർ കീർത്തനം ചെയ്താൽ ദിവ്യനാമത്തിന്റെ ശക്തി കുറഞ്ഞു പോകുമത്രേ. ഭഗവാൻ കൃഷ്ണന്റെ നാമത്തിന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് അറിവില്ല. ബൃഹത് നാരദീയ പുരാണം ശുപാർശ ചെയ്യുന്നു: ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിർ അന്യത. ഈ കലിയുഗത്തിൽ ആത്മീയ പുരോഗതിക്ക് ഹരിയുടെ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു മാർഗമില്ല. കൃഷ്ണന്റെ തിരുനാമത്തിന്റെ ശക്തി അത്ര മഹത്തായതിനാൽ അതിന്റെ കീർത്തനം കൊണ്ട് മാത്രം ഒരുവന് മോചിതനാകാൻ കഴിയുമെന്ന് പാഷണ്ഡികൾ അംഗീകരിക്കുന്നില്ല. ഇത് ശ്രീമദ് ഭാഗവത്തിൽ 12:3-51 സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരം വ്രജേത്. കൃഷ്ണന്റെ തിരുനാമ കീർത്തനം ചെയ്യുക ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ഏതൊരുവനും സ്വതന്ത്രനാകാനും മരണാനന്തരം ഭഗവത് നാമത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയും. ഒരു ബ്രാഹ്മണൻ ഒഴികെ ആര് കീർത്തനം ചെയ്താലും തിരുനാമത്തിന്റെ ശക്തി നശിക്കുമെന്ന് തെമ്മാടികളായ പാഷണ്ഡികൾ ചിന്തിക്കുന്നു. അവരുടെ വിധി അനുസരിച്ച് അബ്രാഹ്മണൻ നാമകീർത്തനം ചെയ്താൽ പതിതാത്മാക്കൾ മോചിതരാകുന്നതിന് പകരം തിരുനാമത്തിന്റെ ശക്തി കുറയുന്നു. അനേകം ഈശ്വരന്മാരിൽ വിശ്വസിക്കുകയും കൃഷ്ണന്റെ തിരുനാമ കീർത്തനം മറ്റു മന്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമല്ലെന്ന് കരുതുകയും ചെയ്യുന്ന ഈ പാഷണ്ഡികൾ ശാസ്ത്രവചനം വിശ്വസിക്കുന്നില്ല. ഹരേർ നാമ ഹരേർ നാമേവ കേവലം. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ശിക്ഷാഷ്ടകത്തിൽ സ്ഥിരീകരിക്കുന്നു: കീർത്തനീയ സദാഹരി. ഒരുവൻ എല്ലായ്പ്പോഴും ദിവസം 24 മണിക്കൂറും കൃഷ്ണന്റെ തിരുനാമ കീർത്തനം ചെയ്യണം. പതിതാത്മാക്കളായ പാഷണ്ഡികൾ ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിച്ചതിന്റെ പേരിൽ അനർഹമായി അഹങ്കരിക്കുന്നു. ഹരിനാമം എല്ലാ പതിതാത്മാക്കളെയും ഉദ്ധരിക്കുന്നു എന്നതിന് പകരം അധമകുലത്തിലുള്ളവർ ഹരിനാമം നിരന്തരം ജപിച്ചാൽ ഹരിനാമത്തിന്റെ ശക്തി നഷ്ടമാകുമെന്ന് ഇക്കൂട്ടർ ധരിക്കുന്നു. 211 ശ്ലോകത്തിലെ കൃഷ്ണേര കീർത്തന കരെ നീച്ച ബാട എന്നീ അർത്ഥവത്തായ വാക്കുകൾ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ആർക്കും ചേരാമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവത്തിൽ 2:4-18 സ്ഥിരീകരിച്ചിട്ടുണ്ട്. കിരാത കൂന്ദ്രാന പുലീക പുൽകശ അബീര ശുംഭ യവന കഷാദയ. ചണ്ടാളന്മാരുടെ പേരുകളുടെ ഒരു പട്ടികയാണിത്. ഈ അധമവർഗത്തിലുള്ള ആളുകളെ കീർത്തനം ചെയ്യാൻ അനുവദിക്കുന്ന പക്ഷം അവരുടെ സ്വാധീനം വർദ്ധിക്കുമെന്ന് പാഷണ്ഡികൾ പറയുന്നു. മറ്റുള്ളവരും ആധ്യാത്മികമായി ഉയരണമെന്ന ആശയം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ കുത്തവകാശമുള്ള ഉയർന്ന ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിച്ചവരെന്ന അവരുടെ നിത്യാഹങ്കാരത്തിന് അത് കടിഞ്ഞാനിടും. പക്ഷേ ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്നവരും
ബ്രാഹ്മണരുടെയും ജാതി ബ്രാഹ്മണരുടെയും പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ശാസ്ത്രങ്ങൾക്ക് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് കൃഷ്ണാബോധ പ്രസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നു. അപ്രകാരം ഞങ്ങൾ ധാരാളം പതീതാത്മാക്കളെ മോചിപ്പിക്കുകയും അവരെ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ അർഹരാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഈ ശ്ലോകങ്ങൾ വായിച്ചു വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു എങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഈ ആൾക്കാർ, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഹരേ കൃഷ്ണ മന്ത്രത്തിന് പ്രചരണത്തിന് അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചു. അവര് പല കാരണങ്ങൾ പറഞ്ഞു. ചാന്ദ് കാശി എടുത്ത് പറയാണ്, അപ്പൊ ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തി നഷ്ടപ്പെട്ടു പോകുമെന്നും ഇതൊന്നും ശാസ്ത്രം കൊടുത്ത കാര്യമല്ലെന്നും എന്നൊക്കെ പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ഒരു മന്ത്രമാണെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വ്യക്തി ശാസ്ത്രങ്ങൾ വായിക്കാത്തതുകൊണ്ടാണ്. വ്യക്തമായിട്ട് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബൃഹന്നാരതി പുരാണത്തിലും ഭാഗവത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഭഗവാന്റെ തിരുനാമ ജപത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിലൊരിക്കലും പറയുന്നില്ല ഈ തിരുനാമ ജപം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു കൂട്ടർക്ക് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ ജപിക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഭഗവാൻ പറയില്ല. കാരണം എന്താണ്, അങ്ങനെ ഭഗവാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ ഒരു പക്ഷപാതിയായിട്ട് മാറാണ് ചെയ്യുന്നത് അല്ലെ. ഭഗവാൻ എന്താണ് ആരത്തും അങ്ങനെ ഒരു പക്ഷപാതം ചെയ്യുന്നില്ല അല്ലെ. അദ്ദേഹം എല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപദേശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും സ്വീകരിക്കാം. ഒരിക്കലും ഒരു ജാതികുലത്തിൽ ജനിച്ച വ്യക്തികൾക്ക് മാത്രമല്ല ഈ ഒരു ശാസ്ത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പം എന്താണ്, അപ്പൊ ഇതിൽ പറയുന്നത്, അപ്പം ഭഗവാന്റെ ഈ ഇവര് പറയുന്നതാണ്, അപ്പം ഈശ്വരന്റെ നാമങ്ങള് ഏറ്റവും ശക്തമാണെന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് അവർ പറയുന്നതാണ് നാമകീർത്തനം ശ്രവിക്കുന്ന പക്ഷം മന്ത്രത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും എന്ന് പറയും. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ പറഞ്ഞ കാര്യത്തിൽ ഒരു ലോജിക്കുമില്ല അല്ലെ. നാമത്തിന് ശക്തി ഉണ്ടെന്ന് പിന്നെ എങ്ങനെ നാമകീർത്തനത്തിൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അവർ പറയുന്നത്. അപ്പൊ അത് അവർക്ക് എന്താണ്, അത് അവരുടെ മാത്രം ഒരു കുത്തകയായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അവിടെ ചാന്ദ് കാശിയത്ത് അവരങ്ങനെ പറഞ്ഞത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പലപ്പോഴും തിരുനാമ ജപം അല്ലെ, നമ്മള് നാമാപരാധം ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, ഒരിക്കലും നാമത്തിനെ നമുക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് വളരെ വ്യക്തമാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് നമ്മൾ കാണാൻ സാധിക്കില്ല നാമജപം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ പറയും ഈ നാമം ജപിക്കും നിന്റെ പ്രശ്നം തീരും എന്നൊക്കെ നമ്മൾ പറയുന്നത് ശരിക്കും ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു അപരാധം തന്നെയാണ്. ശീല പ്രബോധം പലപ്പോഴും പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഈ നാമം ജപിച്ച നിങ്ങളുടെ കാര്യം നടക്കും എന്നൊക്കെ പറയും. അപ്പോ ശരിക്കും എന്താണ് നാമജപത്തിന്റെ ഉദ്ദേശം എന്താണ്, നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുനാമജപത്തിന്റെ മെയിൻ ഉദ്ദേശം അല്ലെ. ഹരികൃഷ്ണ മാമന്ത്രത്തിന് നമുക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തുകൊണ്ടാണ്, നമ്മൾ ഭഗവാനെ മറന്നുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ച് ഭഗവാനെ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി തന്നെയാണ് ഈ നാമജപം എന്ന് പറയുന്നത്. നിരന്തരം ഒരു വ്യക്തി നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാനായിട്ടുള്ള അസോസിയേഷൻ എപ്പോഴുമേ ഉണ്ടാവും. അപ്പൊ അതാണ് നാമത്തിന്റെ മഹിമ. പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഇതൊരു മംഗളകരമായിട്ടുള്ള ചടങ്ങാണെന്നും അല്ലെങ്കിൽ ഇതൊരു ഒരു എന്താ പറയാ, നമുക്ക് ഒരു റിച്വലിസ്റ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയില്ല അല്ലെ, അങ്ങനെ ഒരു രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നാമത്തിനെ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു അപരാധമായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോ അതേ സമയത്ത് ഈ കൂട്ടറായിട്ടുള്ള ആൾക്കാർ, നമ്മളിപ്പോ പറഞ്ഞ ഈ ഭാഷണികളായിട്ടുള്ള വ്യക്തികൾ, അവര് എല്ലാ നാമവും ഒന്നാണെന്നും അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് ബഹുഈശ്വരവാദികൾ എന്ന് പറയുന്നത്. ബഹു ഈശ്വരവാദികൾ. അപ്പൊ പല ഈശ്വരന്മാരെയും അവർ ആരാധിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് എല്ലാം തുല്യമാണ്. ബ്രഹ്മാവിന്റെ നാമവും കൃഷ്ണന്റെ നാമവും ശിവന്റെ നാമവും കാളി നാമം എന്നൊക്കെ പറയുന്നത് എല്ലാം തുല്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന എന്താണ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തൃപ്തിപ്പെടുത്താം എന്ന് ചിന്തിക്കണം. അപ്പൊ അവർ ചിന്തിക്കുന്നതാണ്, അപ്പൊ ഞാൻ കാളിദേവിയും തൃപ്തിപ്പെടുത്തണം, ഇവരെയും തൃപ്തിപ്പെടുത്തണം, അപ്പൊ അത്രയും ഈശ്വരന്മാരുണ്ടെങ്കിൽ അവരെല്ലാരും തൃപ്തിപ്പെടുത്തണം എന്ന് ആണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ്, അങ്ങനെ ഓരോ വ്യക്തിയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താണ് നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗം, ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നത് കൊണ്ട് എല്ലാ ദൈവദേവന്മാരും എല്ലാ തരത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടും അല്ലെ. നമ്മൾ ശ്രീമദ് ഭാഗവത്തില് തന്നെ നമുക്ക് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, യഥാ തരോർ മൂല നിശേചനേന തൃപ്യന്തി തത്സന്ന ഭുജോപശാല പ്രാണോപഹാർത്ത യഥേന്ദ്രിയാണ് സർവാഹരണം യത് അച്യുതേജ്യ അല്ലെ. അപ്പൊ അതിൽ പറയുന്നു യഥാ തരോർ മൂല നിശേചനേന അല്ലെ. അപ്പൊ യഥാ തരോർ മൂല നിശേചനേന, അപ്പൊ അതിൽ പറയുന്നതാണ് ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വൃക്ഷത്തിന്റെ എല്ലാ ശാഖകൾക്കും അല്ലെ, അതിലെ പൂക്കൾക്കും പുഷ്പങ്ങൾക്കും ഫലങ്ങൾക്കൊക്കെ എന്താണ് അതിനൊക്കെ എന്താണ് തുഷ്ടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖ പ്രാണാപഹാർത്ത ദേതേന്ദ്രിയാണ് അല്ലെ. നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം എടുത്താൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എന്താണ് ഭക്ഷണം നമ്മൾ ആവാശത്തിൽ കൊടുക്കുന്ന സമയത്ത് ആവാശയമാണ് ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആ ശക്തി കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ
ഭഗവാൻ അച്യുതൻ അല്ലെ, ഒരു ചുതി സംഭവിക്കാതെ അച്യുതനെ നമ്മൾ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിലൂടെ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ സാധിക്കും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല. നമുക്ക് ഓരോ വ്യക്തികളെയും ലോകത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് ബാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ആ ഒരു തത്വം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ദേവി ദേവന്മാർ നമ്മളത് കോപപ്പെടും, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നു. പക്ഷെ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രങ്ങൾ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാർ വരും അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നത് അതാണ്, അപ്പൊ അങ്ങനെയാണ് ചെയ്തു വന്നത്. അപ്പൊ നമുക്ക് പല വ്യക്തികളും അവര് എവിടുന്നെങ്കിലൊക്കെ കേട്ടതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും അവരുടെ ഒരു ചിന്താഗതി അതിൽ ഒതുങ്ങിയതാണ്. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് തസ്മാത് ശാസ്ത്രം പ്രമാണന്തെ, കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രമാണ് പ്രമാണം. ശാസ്ത്രം അനുസരിച്ചാണ് നമുക്ക് എന്താണ്, നമ്മൾ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ചിലപ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ കൃഷ്ണനെ മാത്രം ആരാധിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ നമ്മളെന്താണ്, നമുക്ക് കൃഷ്ണനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു? ശാസ്ത്രം വളരെ വ്യക്തമായിട്ടും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് എല്ലാത്തിനും സർവ്വകാരണ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഒരു വ്യക്തിയെ ഫേവറിറ്റിസം ചെയ്യുന്നതല്ല. ശാസ്ത്രങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ശാസ്ത്രങ്ങൾ ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം എന്താണ് അത്, കാരണം അതിലൊരു തെറ്റും ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മൾ സാധാരണ വ്യക്തികൾക്കുള്ള 4 കോമൺ ആയിട്ടുള്ള ഡിഫക്ട്സ് ഇല്ലാത്ത വ്യക്തി ആയിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമുക്ക് ശാസ്ത്രങ്ങൾ തന്നിരിക്കുന്നത്. ഭഗവാനും അത്രയും ഭഗവാന്റെ സത്യാവേശ അവതാരങ്ങളായിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. പക്ഷെ അതേ സമയത്ത് ഇഷ്ടപ്രകാരം ഒരു വ്യക്തി അദ്ദേഹത്തിന് മനസ്സിൽ കാരണം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന് പല സംശയങ്ങൾ വരും. അപ്പൊ അത് കാരണം കൺഫ്യൂഷൻ ഉണ്ടാവും സൊസൈറ്റിയിൽ. ഇതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ വന്ന വലിയൊരു പ്രശ്നം തന്നെ അതുകൊണ്ടാണ്. കാരണം എന്താണ്, ബ്രാഹ്മണരായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുന്നു അവർ ഉയർന്ന വ്യക്തികളായതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളും ശാസ്ത്രങ്ങളൊക്കെ നമുക്കുള്ളത് മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തിൽ വലിയൊരു ചുതി സംഭവിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അത് അവരുടെ മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതേ സമയത്ത് എന്താണ്, അപ്പൊ അവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡ്യൂട്ടി തന്നെയാണ് എല്ലാവരെയും ഓരോ ആശ്രമത്തിലുള്ള വ്യക്തികളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ അവരെ ഈശ്വരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന് സഹായകരമായിട്ട് വേണം അവര് ക്ഷത്രിയന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ. അല്ലാതെ ഒരിക്കലും അവർ ചിന്തിക്കാൻ പാടില്ല ഇത് നമ്മുടെ മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെയാണ് ഈ പ്രശ്നം മൊത്തമായിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ സൊസൈറ്റിയിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അത് എപ്പോഴാണ് സംഭവിക്കുക, ഒരു ബ്രാഹ്മണൻ നിൽക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഞാൻ ഉന്നത കുലത്തിൽ ജനിച്ചു, അപ്പൊ ഞാൻ ഇവരെക്കാട്ടും ഉയർന്നവനാണ് ഉള്ള അഹങ്കാരം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അഹങ്കാരമാണ് എല്ലാത്തിനും ഒരു ചുതിക്ക് കാരണം. അപ്പം ആ അഹങ്കാരം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് തോന്നും, ഇപ്പം ഞാൻ ഉയർന്നവനാണ് ഇവർ താണവരാണ്, അപ്പൊ അവരോട് നമുക്കൊരു അസൂയ തോന്നും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്താഗതി വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടീച്ചിങ്സ് അല്ലെ ചൈതന്യ മഹാപ്രഭു നമുക്ക് എപ്പോഴും അല്ലെ എപ്പോഴും പറയുന്ന ശ്ലോകത്തിൽ ത്രിനാഥപി സുനീശേന തരോരപി സഹിഷ്ണു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കാര്യം തന്നെ ചൈതന്യ മഹാപ്രഭു ആചാര്യന്മാർ പറഞ്ഞത് എളിമത്തം തന്നെയാണ്. കാരണം എളിമത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ആത്മീയ ലോകത്തിൽ ആത്മീയ ലോകത്തിന്റെ ആ ജാലകത്തിലോട്ട് തന്നെ പോകാൻ സാധിക്കില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം അദ്ദേഹം ചിന്തിക്കുകയാണ് ഇതൊക്കെ എന്റെ കഴിവാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉടനെ തന്നെ എന്ത് സംഭവിക്കും, അവിടെ നമ്മൾ അഹങ്കാരം മുന്നോട്ട് വരാം. കാരണം നമ്മൾ അഹങ്കരിച്ച കൊണ്ട് തന്നെയാണ് നമ്മൾ ഭൗതിക ലോകത്തിലോട്ട് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ അഹങ്കാരം വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് ആദ്യ ലോകത്തോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അഹങ്കാരത്തിനെ ആദ്യം എടുത്ത് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നത്. അപ്പൊ ഇതിലും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലും ശ്രീല പ്രഭുപാദ് ഇവിടെ ബൃഹദാരതി പുരാണത്തിലുള്ള ആ ഒരു ശ്ലോകത്തിന് ഹരേർനാമ 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 ഇവ കേവലം കലോ നാസ്തിവ 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 ഗതിരന്യത എന്ന ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും അതിൽ ഭഗവാന്റെ നാമജപത്തിനെ പറ്റി പറയുന്നുണ്ട്. ഭഗവാന്റെ തിരുനാമജപത്തിനെ പറ്റി വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പം ശാസ്ത്രങ്ങൾ അത്രയും ഇതുമായിട്ട് ഭഗവത് കീർത്തനത്തിനെ പറ്റി ശ്രീമദ് ഭാഗവതത്തിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ 12ാം സ്കന്ധം 3ാം അധ്യായത്തിൽ 51ാം ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, കലയർ ദോഷം നിതേരാജ് ഹസ്തേകത് മഹത് ഗുണാത് കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഘ പരമറിജ്. അപ്പൊ കലിയുഗത്തിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നതാണ് ഭഗവാന്റെ തിരുനാമ ജപമാണ് അല്ലെ. അപ്പൊ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കലിയുഗത്തിലുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണ്, ഒരു വ്യക്തിക്ക് തിരുനാമജപം അല്ലെ നാമജപത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് മുക്തസംഘ പരമ്പര ചെയ്തു. അപ്പം ഈ ഒരു കലിയുഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ച് ഭഗവത്ധാമത്തിലോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ
ദേവന്മാർ കൂടി ആക്ച്വലി കലിയുഗത്തിൽ ഈ ഭൂമിയിൽ ഒന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്, അത്രയും എളുപ്പമായിട്ടാണ് നമുക്ക് ഭഗവാൻ നമുക്ക് ഈ തിരുനാമം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്ര എളുപ്പമായിട്ട് ഇത് കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും അതിനോട് ഒരു വില നമുക്ക് കാണില്ല. നാമജപം അല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിന് അത്രയും ശ്രദ്ധയോടെയും അത്രയും നന്ദിയോടെ നമുക്ക് ചിലപ്പോഴും ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ നാമത്തിനോട് എന്താണ് നാമം എന്ന് പറയുന്നത് എന്താണ്? നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ അല്ലെ? അത് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് എന്താണ്? അതിൽ പൂർണ്ണമായിട്ടും എന്താണ് രസവിഗ്രഹ, ഭഗവാൻ കൃഷ്ണൻ തന്നെ അടങ്ങിയിരിക്കുകയാണ്. അതിൽ പൂർണ്ണ ആ പരിശുദ്ധ ഭക്തി അതിൽ അടങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നാമം ജപിക്കുമ്പോൾ അതിനുള്ള ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെ ആ നാമജപം ജപിക്കുന്നു അത്രത്തോളം നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും. ശ്രീല പ്രഭുപാദ് തന്നെ പറയുന്നത് അല്ലെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ 90% പുരോഗതി എന്ന് പറയുന്നത് നാമജപത്തിലാണ്. ശ്രീല പ്രഭുപാദ് പറയാറുണ്ട് ഒരു കോട്ടിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും വരില്ല. പക്ഷെ അതേ സമയത്ത് അവര് ചിന്തിക്കുകയാണ്, അല്ല ഇത് നമ്മുടെ മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വൈഷ്ണവൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഉദ്ധരിക്കണം എന്നുള്ള ബോധത്തോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പരദുഃഖ ദുഃഖി എന്ന് പറയും അല്ലെ? അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുക. കാരണം എന്താണ്? ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ മാത്രം ഭഗവതാമനോട് പോകാനുള്ള കാര്യമല്ല, എല്ലാവരെയും തിരിച്ച് ഭഗവതാമനോട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും റിയൽ ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഈ തത്വത്തിനെ ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇവിടെ പറയുന്ന പോലെ ഈ പാഷണ്ഡരായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുകയാണ് ഇത് നമുക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്നത്? തികച്ചും അതെന്താണ്, ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഇതിൽ പറയുന്ന പോലെ തന്നെ 2-ാം സ്കന്ധം 4-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകത്തിൽ പറഞ്ഞു, കിരാത പൂന്താന പുലീത പുൽക്കശ ആബീര ശമ്പ യവന കഷാദയ. അപ്പം എന്നേനെ പാവ ഉപാശ്രയാശ്രയ പ്രഭു വിഷ്ണവേ നമഃ എന്ന ശ്ലോകത്തിൽ പറയുന്ന പോലെ തന്നെ അപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കുലത്തിൽ ജനിച്ച വ്യക്തികൾ കൂടി ആ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഏതൊരു കണ്ടീഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നുള്ള തത്വമാണ് ഇവിടെ വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അപ്പൊ അതിന് പലപ്പോഴും നമുക്ക് അറിയാം, ഇസ്കോണിലുള്ള പ്രചരണം നടക്കുന്ന സമയത്തും പലപ്പോഴും പല ആൾക്കാർക്കും അതിനോട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒക്കെ കാരുണ്യം കൊണ്ട് തികച്ചും ഈ ഒരു പ്രസ്ഥാനം എന്താണ്, ശരിയായിട്ടുള്ള ബ്രാഹ്മണന്മാർ എന്താണെന്നുള്ള കാര്യം കൂടി എല്ലാവരും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരെയും തിരിച്ച് ബ്രാഹ്മണനിൽ നിന്ന് ഉയർന്ന് വൈഷ്ണവരായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ പ്രസ്ഥാനം. അപ്പൊ അങ്ങനെ തിരിച്ച് എല്ലാവർക്കും ഭഗവത്ധാമത്തിൽ തിരിച്ചു പോകാൻ സാധിക്കും എന്ന തത്വത്തെയാണ് നമുക്കിവിടെ പ്രഭുപാദ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒരു കുത്തക മാത്രമല്ല എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു ഇതാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് വരാൻ സാധിച്ചത് ഭഗവാന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും ശ്രീല പ്രഭുവിന്റെ ഭക്തമായ കാര്യങ്ങളൊക്കെ വരാൻ സാധിച്ചു പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ജന്മജന്മാന്തരങ്ങൾ എടുത്താൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭഗവാൻ കൃഷ്ണ ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറമോട്ട് ആരാധിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ആചാര്യന്മാരുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കിട്ടിയ അവസരത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിനെ പെർഫെക്റ്റ് ചെയ്യാം. എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശാസ്ത്രങ്ങൾ വായിച്ചതിനെ മനസ്സിലാക്കാം. ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ വിതരണം ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള അതിന് മനസ്സിലടങ്ങിയിട്ടുള്ള ഗാർബേജ് നമ്മൾ പുറത്ത് കളയാം അല്ലെ? അവരെ കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കിച്ച് എല്ലാവർക്കും തിരിച്ച് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കുക എന്നുള്ള തത്വമാണ് രൂപ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രോസസ്സ് സിമ്പിൾ ആണ്. പക്ഷെ അതിന് നമ്മൾ നമ്മൾ ആ പ്രോസസ്സിന് നമ്മൾ എന്താ ചെയ്യുക? അതിനെ ആസിറ്റീസ് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് ഇതിൽ മുന്നേറാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ശീല പ്രഭുപാദ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ക്ലാസ് എൻഡ് ചെയ്യാം. 5:45 ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മിനിറ്റ് സമയമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആർക്കും സംശയങ്ങളില്ല. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.